നിനക്കെന്താണ് പ്രത്യേകത? നീയും കൊടുത്തേ പറ്റൂ. ഞാനൊരു പാവമാണ്. ദയവായി ഇതെടുക്കരുത്. ദയവ് ചെയ്ത് ഇതെന്നിൽ നിന്ന് വാങ്ങരുത്. എനിക്കിതൊന്നും അറിയണ്ട. ഒരു ഒഴിവ് കഴിവില്ല. നീ കൊടുത്തേ പറ്റൂ. അയ്യോ, ഞാനൊരു പാവമാണേ. എന്നെ പ്രധാനിയുടെ അടുത്തേക്ക് കൊണ്ടുപോകരുതേ. ഇവനെ പ്രധാനിയുടെ അടുത്തേക്ക് കൊണ്ടുപോകൂ. ഇവൻ നികുതി അടയ്ക്കുന്നില്ല. എന്തുകൊണ്ട്? എന്താണ് കാര്യം? ഞാനൊരു പാവമാണ്. എന്നെ ഒഴിവാക്കണമേ. സാധ്യമല്ല. നീ തന്നേ പറ്റൂ. ഇല്ലെങ്കിൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. ഇതെന്റെ ആകെ അവശേഷിക്കുന്ന സ്വത്താണ്. ആഹാരം വാങ്ങാനുള്ളതാണ്. എന്റെ കയ്യിൽ മറ്റൊന്നുമില്ല. ദയവായി അത് തിരിച്ചു തരണമേ. ദയവായി അതെടുക്കരുത്. എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് പണം വേണം. സക്കേവൂസ്, നീ ചെയ്യുന്നത് ശരിയല്ല. നീ ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്നു. യേശു പറഞ്ഞത് എന്താണെന്ന് നീ കേട്ടിട്ടില്ലേ? യേശുവോ? അവൻ ആരാണ്? എനിക്ക് അവനെയും അറിയില്ല, അവന്റെ വാക്കുകളും അറിയില്ല. അവൻ പറഞ്ഞു, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര ദുഷ്കരം. എന്തുകൊണ്ട്? ധനികൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ്. എന്ത്? യേശു അങ്ങനെ പറഞ്ഞു? അങ്ങനെയെങ്കിൽ എങ്ങനെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും? പക്ഷേ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് കൂടി യേശു പറഞ്ഞിട്ടുണ്ട്. നീ ഒരു പാപിയാണ്. നിനക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. യേശുവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയേണമേ. എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ കേട്ടില്ലേ? യേശു നമ്മുടെ പട്ടണത്തിൽ വന്നു. എന്താണ് ഈ മനുഷ്യന്റെ പ്രത്യേകത? എല്ലാവരും യേശുവിനെ കുറിച്ച് പറയുന്നു. എന്താണ് എല്ലാവരെയും യേശുവിലേക്ക് ആകർഷിക്കുന്നത്? അയാൾക്ക് എന്നേക്കാൾ കൂടുതൽ സമ്പത്തുണ്ടോ? യേശു, അദ്ദേഹം ദൈവമാണ്. അവിടുന്ന് ഈ ലോകത്തിലെ മുഴുവൻ സ്വർണത്തിനും സർവ്വസമ്പത്തിനും ഉപരിയാണ്. അദ്ദേഹം ജെറിക്കോയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ വീടിന്റെ മുമ്പിലൂടെ കടന്നു പോകുന്നു. എല്ലാവരും ആകാംക്ഷയോടെ അവനെ കാണാൻ കാത്തു നിൽക്കുക. ഈ യേശു യഥാർത്ഥത്തിൽ ദൈവമാണോ? എങ്കിൽ എനിക്കും അവനെ കാണണം. അന്ന് ചെകിടർ ഗ്രന്ഥത്തിലെ വാക്കുകൾ വായിച്ചു കേൾക്കുകയും അന്ധർക്ക് അന്ധകാരത്തിൽ ദർശനം ലഭിക്കുകയും ചെയ്യും. ശാന്തശീലർക്ക് കർത്താവിൽ നവ്യമായ സന്തോഷം ലഭിക്കും. ദരിദ്രർ ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ ആഹ്ലാദിക്കും. വിശുദ്ധ ലിഖിതം നിറവേറും. അതെ, ദരിദ്രർ സന്തോഷിക്കും. യേശു പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. സ്വർഗത്തിൽ നിക്ഷേപം? സ്വർഗത്തിൽ നിക്ഷേപം?
അതാ സക്കേവൂസ്, മുഖ്യ ചുങ്കക്കാരൻ. അവനും യേശുവിനെ കാണാൻ വന്നിരിക്കുന്നു. യേശുവിന്റെ അടുത്ത് അവനെന്താ കാര്യം? നീ ഒരു പാപിയാണ്. നിനക്ക് യേശുവിനെ കാണാൻ അവകാശമില്ല. ദൂരെ പോകൂ. ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ. ഇവൻ എങ്ങോട്ടാണ് ഈ ഓടുന്നത്? കർത്താവേ, അങ്ങേക്ക് സ്തുതി. അവൻ എന്താ നിന്ന് കളഞ്ഞത്? എനിക്കറിഞ്ഞില്ല. നമുക്ക് നോക്കാം. സക്കേവൂസ്, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക. ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ്. എന്താണിത്? കർത്താവേ, എന്റെ വീട്ടിലേക്ക് വന്നാലും നീ എന്റെ വീട്ടിൽ വരുന്നത് എനിക്ക് വലിയ സന്തോഷമാണ്. സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം. ഞാനും ഒരു ചുങ്കക്കാരനായിരുന്നു. പക്ഷേ ഒരിക്കൽ ഞാൻ യേശുവിനെ കണ്ടുമുട്ടി. അതോടെ എന്റെ ജീവിതം തന്നെ മാറിപ്പോയി. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. എന്റെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ വീട്ടിൽ വന്നത് ഞങ്ങളുടെ ഭാഗ്യമാണ്. അവർക്കെങ്ങനെ ഇതുപോലെ പ്രവർത്തിക്കാൻ കഴിയും? അവൻ പാപിയായ ഒരുവന്റെ വീട്ടിൽ അതിഥിയായി പോകുന്നു. ഒരു വൃദ്ധന്
രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ സാധിക്കുകയില്ല. ഒന്നുകിൽ അവൻ ഒരുവനെ ദ്വേഷിക്കുകയും മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനോട് ഭക്തി കാണിക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും ധനത്തെയും ഒന്നിച്ചു സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. എന്റെ എല്ലാ തെറ്റുകൾക്കും ഞാൻ ക്ഷമ ചോദിക്കുന്നു. ദയവായി ഇതെല്ലാം സ്വീകരിക്കൂ, എന്നോട് ക്ഷമിക്കൂ. ഇതാണ് യഥാർത്ഥത്തിൽ നിത്യമായ സന്തോഷമെന്ന് പറയുന്നത്. അതെ, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. തീർച്ചയായും ദൈവരാജ്യം വന്നു കഴിഞ്ഞു. ഞങ്ങൾക്ക് എന്തെങ്കിലും തിന്നാൻ തരുമോ? വരൂ, നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്തോളം ഇവിടെ നിന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്തോളൂ. കർത്താവേ, ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കും. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കും. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. എന്റെ കർത്താവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. ഇപ്പോൾ ഞാൻ ധനികനായി. അങ്ങാണെന്റെ ധനം. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഒരു പുതിയ രാജ്യം സ്ഥാപിക്കാൻ അവൻ വന്നു. ഒരു പുതിയ ഭൂമിയും ഒരു പുതിയ ജെറുസലേം.